ഫ്രണ്ട്സ്, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ എന്താ ചൂടല്ലേ, നല്ല ചൂടാണ്. നോക്കിയാൽ പുറത്തേക്ക് ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ അതേ എനിക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാൻ ഇപ്പോൾ അതേ എന്ത് കിട്ടിയാലും നമ്മളിപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയമാട്ടോ. അപ്പോൾ അതേ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്തതാട്ടോ, നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതുകൊണ്ടൊന്ന് ജ്യൂസ് അടിച്ച് നോക്കിയാലോ. അപ്പോൾ അതാ നമുക്കൊരു 4 നക്ഷത്രപ്പുള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായി പഴുത്ത കേട്ടോ, നല്ല മധുരമുണ്ട്. 2-3 എണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങളത് അതൊക്കെ ചെത്തി തിന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതെടുത്തിട്ട് നന്നായി കഴുകി ചെത്തിയിട്ട് ജ്യൂസ് അടിക്കാം കേട്ടോ. ഇത് കുറച്ചധികം പഴുപ്പ് കുറവാണ് രണ്ടും. അപ്പോൾ ഇത് നമുക്ക് എടുക്കണ്ട, ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ ദേ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുളി കഴുകി വന്നിട്ടുണ്ട്. നമുക്കത് ഇതിൻ്റെ 2 ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഈ ഭാഗമല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ, ഇത് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ഈ സൈഡ് ഭാഗം അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് അച്ചാറിടാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നല്ലോണം മധുരമുണ്ട് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് കണ്ടില്ലേ, അടിപൊളിയായിട്ട്. ഇത് അച്ചാറിടാനൊക്കെ സൂപ്പറാണ്, നല്ല മധുരവും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ചെത്തുമ്പോൾ ഒരു കഷ്ണം കഴിക്കാം. അടിപൊളിയാട്ടോ. അപ്പോൾ അതേ കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളൊരു കുരു ഉണ്ട് കേട്ടോ, കുരു കളയാം. അപ്പോൾ ഇതാ മൊത്തം ഞാൻ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ജ്യൂസ് അടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മൊത്തം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു 4 ടീസ്പൂൺ മധുരം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഇതാ ജ്യൂസ് അടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിപ്പയിൽ ഒഴിച്ച് നമുക്കൊന്ന് ജസ്റ്റ് അരിച്ചെടുക്കാം. അപ്പോൾ അതാ ജ്യൂസ് മൊത്തം അരിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നന്നായി അരഞ്ഞ കാരണം കുറച്ചിങ്ങനെ കണ്ടാ മതി. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാ ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ ഞാൻ 2 ഐസ് കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല കളറും ഉണ്ട് അല്ലേ. അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല കളറും ഉണ്ട് അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇനി ബാക്കി 2 എണ്ണം ഇരിക്കുന്നുണ്ടല്ലോ, അതുകൂടി പഴുത്തത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. സൂപ്പറായിട്ട് നല്ല കളറുണ്ടല്ലേ. കുടിക്കാൻ നിർത്താൻ തോന്നണല്ലേ, ഇങ്ങനെ കുടിച്ച് പോകാമെന്ന്. ചൂടല്ലേ. ഈ സമയത്തൊക്കെ ഇതുപോലത്തെ പുളി കിട്ടുകയാണെങ്കിൽ, സ്റ്റാർ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ, ഇതിനെന്തോ പുളി ഞാൻ പറയുക, അങ്ങനെ എന്തോ പറയൂട്ടെ, എനിക്ക് ഓർമ്മയില്ല ശരിക്കും. നിങ്ങൾക്ക് അറിയട്ടെ നിങ്ങളുടെ അവിടെ ഈ സാധനത്തിന് നക്ഷത്രപ്പുളിക്ക് എന്താ പേര് പറയണേന്ന്, വേറെ എന്താ പേര് പറയണേന്ന് വെച്ചൊന്ന് പറയട്ടെ. ഇവിടെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല എന്താണ്. പക്ഷെ എന്തായാലും സംഭവം സൂപ്പറാണ്, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടാറ്റാ.